നമ്മളെല്ലാവരും ട്രൂ കോളർ യൂസ് ചെയ്തിട്ടുണ്ടാവും. ട്രൂ കോളറിൽ ഒരു പ്രത്യേകത, നമ്മൾ എന്ത് പേരിലാണോ നമ്മൾ വേറെ ഒരാളെ ഫോണിൽ സേവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, ആ പേരെന്ത് ചെയ്യും, ട്രൂ കോളറിലൂടെ നമ്മളെ നമ്പർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണിച്ചു കൊടുക്കും, അല്ലേ? പക്ഷേ ഈ ഒരു അടുത്ത കാലത്ത് ട്രൂ കോളറിൽ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ഡാറ്റകൾ വേറെ ആർക്കോ വിറ്റു എന്നൊക്കെ ന്യൂസൊക്കെ കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ട്രൂ കോളർ ഉപയോഗിക്കലൊക്കെ നിർത്തി. കാരണം നമ്മൾ ആ ട്രൂ കോളർ ഇൻസ്റ്റാൾ ചെയ്ത് വെരിഫിക്കേഷൻ ചെയ്യുന്ന, രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളെ ഫോണിലുള്ള സകല ഡാറ്റയും അവർ സെർവറിലേക്ക് അവരെടുക്കും. പക്ഷേ ട്രൂ കോളർ നമുക്കൊരു ഉപകാരം തന്നെയായിരുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മിസ് കോൾ വന്നു, അനോണിമസ് ആയിട്ടുള്ള ഒരു കോൾ വന്നു കഴിഞ്ഞാൽ ആരാണെന്ന് അറിയാൻ വേണ്ടി വളരെ ഉപകാരമായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രൂ കോളർ ഇൻസ്റ്റാൾ ചെയ്യാതെ, രജിസ്റ്റർ ചെയ്യാതെ നമുക്ക് ട്രൂ കോളറിലുള്ള ആ നമ്പർ നമുക്ക് സെർച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ ഷോർട്ട് വീഡിയോ ആണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, ഷഫീഖ് മണലിപ്പുഴ. ഈ ഒരു യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ ഫുൾ വീഡിയോ കിട്ടുന്നതായിരിക്കും. കാരണം ഷോർട്ട് വീഡിയോയിൽ ആകെ ഒരു മിനിറ്റ് സംസാരിക്കാൻ പറ്റുള്ളൂ. ഒരു മിനിറ്റ് കൊണ്ട് ഒരു വീഡിയോസും കവർ ചെയ്യാൻ പെട്ടെന്ന് കഴിയില്ല. അതിന് വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്. ടെലിഗ്രാം ഓപ്പൺ ചെയ്യുക. ടെലിഗ്രാം എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പല ആളുകളും പല ആവശ്യങ്ങൾക്കും ടെലിഗ്രാം യൂസ് ചെയ്യുന്നുണ്ടാവും. അതിൽ സെർച്ച് ബാർ എടുക്കുക, അതിൽ ട്രൂ കോളർ എന്ന് സെർച്ച് ചെയ്യുക. ട്രൂ കോളർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ബോട്ട് അവിടെ വരും. അതായത് ട്രൂ കോളർ, ഈ ഒരു ബോട്ട്, ഈ മുകളിലുള്ള ചിഹ്നം കണ്ടില്ലേ, ഒരു ബോട്ടിൻ്റെ ചിഹ്നം, അതിൽ സ്റ്റാർട്ട് അടിക്കുക. അതിൽ സ്റ്റാർട്ട് അടിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏത് നമ്പർ അത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, ഉടനെ അവരുടെ ഡീറ്റെയിൽ അവിടെ വരും. ജസ്റ്റ് നമ്പർ മാത്രം സെർച്ച് ചെയ്താൽ മതി, അല്ലേ? ഞാൻ നമ്പർ സെർച്ച് ചെയ്തു, എൻ്റെ പേര് ഒക്കെ അവിടെ കാണിക്കുന്നുണ്ട്, മുഹമ്മദ് ഷഫീഖ്. ഇല്ല, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ട്രൂ കോളർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇവിടെ പോയിട്ട് ഇതിലൂടെ ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും നമ്മളെ ഫോണിലുള്ള ഡാറ്റകളൊന്നും നമുക്ക് നഷ്ടപ്പെടില്ല. ജസ്റ്റ് എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക.